ഞാൻ മുഹമ്മദ് ഇക്ബാൽ 2007 മുതൽ 2012 വരെ IIT മദ്രാസിൽ പഠിച്ചു. അവിടെ നിന്ന് ബിടെക്കും എംടെക്കും നേടി. പിന്നീട് ഞാനൊരു ചെന്നൈയിലുള്ള ഒരു ജാപ്പനീസ് മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. IITയിൽ പഠിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിലുള്ളവർ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മുന്നിലാണെങ്കിലും IIT പോലുള്ളൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കേരളത്തിൽ നിന്ന് എത്തിപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. സത്യം പറഞ്ഞാൽ അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. ഞാൻ 2007 ജോയിൻ ചെയ്തപ്പോൾ വെറും 50 പേര് മാത്രമാണ് കേരളത്തിൽ നിന്ന് IITയിൽ എത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണം. അപ്പോൾ IIT പഠിച്ചതിന് ശേഷം ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി. ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്തൊക്കെ ഇതിന് ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്യും എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6 മാസം കൊണ്ട് ജോലി രാജിവെച്ചു. I came home and started guiding students for IIT, JEE and similar exams. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ് ഫീൽഡിൽ, അതായത് IIT, JEE മെയിൻ, JEE അഡ്വാൻസ്, KVPY, ISI, ഒളിമ്പ്യാഡ് പോലുള്ള എക്സാമുകൾക്ക് കോച്ചിങ്ങും മെൻറ്റർഷിപ്പും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ IIT അല്ലെങ്കിൽ അതുപോലുള്ള പ്രീമിയർ സ്ഥാപനങ്ങളിൽ നമ്മുടെ നാടായ കേരളത്തിൽ നിന്ന് എത്തിപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവ് തന്നെയാണ്. ചെറിയൊരു കണക്ക് പറയുകയാണെങ്കിൽ എല്ലാ വർഷവും ഒരു 11-12 ലക്ഷം പേരാണ് JEE പരീക്ഷകൾക്ക് അപ്പിയർ ചെയ്യുന്നത്. അതിൽ നിന്ന് ഏകദേശം 11,000 അല്ലെങ്കിൽ 12,000 സീറ്റുകളാണ് IITയിലേക്കുള്ളത്. കേരളത്തിൽ നിന്ന് 46,000 പേരോളമാണ് ഒരു വർഷം JEE എഴുതുന്നത്. അപ്പോൾ പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ കുട്ടികൾ എത്തുന്നുണ്ടെങ്കിൽ തന്നെ 460 പേരെങ്കിലും ഒരു വർഷം കേരളത്തിൽ നിന്ന് എത്തുന്നതാണ്. പക്ഷേ നമ്മൾ കണക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ വെറും 150 അല്ലെങ്കിൽ 180 കുട്ടികളാണ് ഒരു വർഷം IITയിൽ എത്തുന്നത് കേരളത്തിൽ നിന്ന്. അപ്പോൾ പല ആളുകൾക്കുമുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയാണ്, വിചാരിച്ചാൽ കിട്ടില്ല എന്നുള്ള കുറേ ഒരു എന്താ പറയുക മിസ്കോൺസെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഒന്ന് മനസ്സിരുത്തി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, മനസ്സിരുത്തി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വളരെ തുടക്കത്തിലെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ കിട്ടാവുന്ന ഒരു പരീക്ഷയാണ് JEE മെയിൻ. NITകളിലെങ്കിലും കിട്ടാവുന്ന രീതിയിൽ നമുക്ക് എന്താ പറയുക പ്രിപ്പയർ ചെയ്ത് അഡ്മിഷൻ സെക്യൂർ ചെയ്യാവുന്നതാണ്. ഈ JEE മെയിൻ പരീക്ഷ വഴി ഏകദേശം 600-ലേറെ പ്രോഗ്രാമുകൾ, 100-ലേറെ ഇൻസ്റ്റിറ്റ്യൂഷനുകളായിട്ട്, അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ IITകൾ വരും. 23 IITകളാണുള്ളത്. IIT പാലക്കാട് ഉൾപ്പെടെ 23 IITകൾ, 31 NITകൾ, കേരളത്തിലെ NIT കാലിക്കറ്റ് ഉൾപ്പെടെ 31 NITകൾ, പിന്നെ ട്രിപ്പിൾ ITകൾ, അതുപോലെ ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ ഏകദേശം 100ഓളം ഇൻസ്റ്റിറ്റ്യൂഷനിലായിട്ട് 600-ലധികം പ്രോഗ്രാമുകളിലായിട്ട് മൊത്തം 40,000 സീറ്റോളം JEE മെയിൻ വഴി ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫില്ല് ചെയ്യുന്ന സീറ്റുകളിൽ നമ്മളുടെ റെപ്രസെൻറ്റേഷൻ ഇപ്പോഴും പത്തറ്റിക് എന്ന് തന്നെ പറയാം. അപ്പം അതിനുള്ള കാരണം, നമ്മൾ പലരും വളരെ മുന്നേ തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്കൊക്കെ കിട്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ജാർഖണ്ഡോ ഉത്തർപ്രദേശോ ഉത്തരാഖണ്ഡോ അങ്ങനത്തെ നമ്മൾ എന്താ പറയുക ഒന്ന് തരം താഴ്ത്തി കാണുന്ന രീതിയിലുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഒരുപാട് ആളുകൾ വളരെ മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്തത് കൊണ്ട് അവർക്കെല്ലാം ഈ നമ്മളെക്കാൾ കൂടുതൽ സീറ്റുകൾ അവിടെ നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പലരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇതൊരു ഭയങ്കര ടഫ് പരീക്ഷയാണ്. പക്ഷേ ചെറിയൊരു കണക്ക് ഞാൻ പറയാം. JEE മെയിൻ പരീക്ഷയാണ് ആദ്യത്തെ ലെവൽ പരീക്ഷ. ഈ JEE മെയിൻ പരീക്ഷയിൽ 360 മാർക്കിൽ വെറും 150 ഔട്ട് ഓഫ് 360 കിട്ടിയാൽ പോലും ജനറൽ കാറ്റഗറിയിൽ വളരെ നല്ലൊരു NIT കാലിക്കറ്റിൽ നല്ലൊരു ബ്രാഞ്ച് നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 185 ഔട്ട് ഓഫ് 360, അഥവാ 50% കിട്ടിയ ആൾക്ക് പോലും ജനറൽ കാറ്റഗറിയിൽ NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് നേടിയിട്ടുണ്ട്. ഏകദേശം ഒരു 140-130 റേഞ്ചിൽ മാർക്കുള്ള ആളുകൾക്കായാൽ പോലും എന്താ പറയുക ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം JEE മെയിൻ വഴി ഫില്ല് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മുൻകൂട്ടി ഇതിനെക്കുറിച്ച് അറിയണം, ഇതിനെക്കുറിച്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മളുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ എക്സാം ഇത് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാത്തതാണ്. ബോർഡ് എക്സാമുകളും എൻട്രൻസ് എക്സാമുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. കേരളത്തിലെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ബോർഡ് എക്സാമിന് വളരെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നവരാണ്. കേരളത്തിലൊക്കെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ എല്ലാ വർഷവും SSLCക്ക്
97%, 98% ഒക്കെയാണ് പാസ് പെർസെൻറ്റേജ് ഉണ്ടാവുക. മറ്റ് സ്ഥലങ്ങളിൽ എടുത്ത് നോക്കിയാൽ 60%, 70% ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഫുൾ A+ വാങ്ങുന്ന ആളുകളുണ്ട്. CBSEയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും കേരളം ഉൾപ്പെടുന്ന ട്രിവാൻഡ്രം റീജിയനാണ് എപ്പോഴും ടോപ്പായിട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ബോർഡ് എക്സാമിലൊക്കെ നമ്മൾ വളരെയധികം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യാതെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനോ IITകളോ NITകളോ ഐസറുകളോ IIScകളോ ISIയോ അങ്ങനെ ഏതൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കിട്ടണമെങ്കിലും ഒരു എൻട്രൻസ് പരീക്ഷ പാസ്സാവണം. ആ ബോർഡ് എക്സാം മാർക്ക് കൊണ്ട് മാത്രം ഒരു പ്രീമിയർ സ്ഥാപനത്തിൽ നമുക്ക് അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ ഈ എൻട്രൻസ് പരീക്ഷകളെ കുറിച്ച് അറിയണം. അതുപോലെ തന്നെ അതിന് നേരത്തെ പ്രിപ്പയർ ചെയ്തു തുടങ്ങണം. ഈ പരീക്ഷകളൊക്കെ പലരും വിചാരിക്കുന്നത് നമുക്കിത് കിട്ടില്ല എന്നാണ്. എന്നാൽ ഇതിൽ ശരിക്കുള്ള സത്യം എന്താണെന്ന് വെച്ചാൽ ഈ എൻട്രൻസ് പരീക്ഷകളുടെ സിലബസ് എല്ലാം +1 +2 സിലബസ് തന്നെയാണ്. +1 +2 NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകൾ മാത്രമാണ് ഈ എൻട്രൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ പരീക്ഷ എഴുതുന്നതൊക്കെ നമ്മളുടെ കൂടെ കോമ്പറ്റീറ്റേഴ്സ് ആയി വരുന്ന ആളുകളൊക്കെ എന്താണ്, നമ്മളുടെ പ്രായത്തിലുള്ള ആളുകൾ തന്നെയാണ്. അതായത് 16, 17, 18 വയസ്സുള്ള കുട്ടികൾ തന്നെയാണ് എല്ലായിടത്തും പരീക്ഷ എഴുതുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വളരെ മെച്ചപ്പെട്ട സിറ്റുവേഷൻ ആണ് ഉള്ളത്. വേറെ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ആലോചിക്കുക, പല സ്ഥലത്തും പൊളിറ്റിക്കൽ അൺറസ്റ്റും അല്ലെങ്കിൽ എക്സ്ട്രീം ക്ലൈമറ്റും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ ഈ എക്സാം വളരെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ കുട്ടികൾ അതൊന്ന് കൃത്യമായിട്ട് മുന്നേ പ്ലാൻ ചെയ്ത് നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പരീക്ഷയെ കുറിച്ച് അറിയുന്നതാണ്. ബോർഡ് എക്സാമിൽ നിന്നും എൻട്രൻസ് എക്സാമിലുള്ള വ്യത്യാസം, സിലബസ് എല്ലാം സെയിം ആണെങ്കിൽ തന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബോർഡ് എക്സാം ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡൽ ഒരു പരീക്ഷയാണ്. അതിൽ ആൻസർ എഴുതിയാൽ എല്ലാ ക്വസ്റ്റ്യനും പാർഷ്യൽ മാർക്കിംഗ് ഉണ്ട്, എഴുതുന്നതിനനുസരിച്ച് പ്രൊപ്പോർഷനായിട്ട് ക്രെഡിറ്റ് കിട്ടും. എൻട്രൻസ് എക്സാമുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ഒബ്ജക്റ്റീവ് ബേസ്ഡ് ക്വസ്റ്റ്യനുകളാണ്. ഓരോ ക്വസ്റ്റ്യനും ഒന്നെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 0 കിട്ടും, തെറ്റുകയാണെങ്കിൽ നെഗറ്റീവ് മാർക്കാണ്. അപ്പോൾ ഈ എക്സാമുകൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത, എല്ലാ ക്വസ്റ്റ്യനും അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസറും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ 3 തെറ്റുത്തരവും തന്നിട്ടുണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ആൻസർ എഴുതിയില്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. വളരെ നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ഒരാൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപോലെ ആൻസർ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഓപ്ഷനുകളാണ് അതിലുണ്ടാവുക. അപ്പം നന്നായി പ്രിപ്പയർ ചെയ്ത് കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കിയുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് ഈ എൻട്രൻസ് പരീക്ഷകളെല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് സീരിയസ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അത് സിലബസ് ഭയങ്കര, പല കുട്ടികളും വിചാരിച്ചിരിക്കുന്നത് ഇതിന് വേറെ എന്തോ പഠിക്കാനുണ്ട്, വേറെ സിലബസ് എന്തൊക്കെയാണ്. അതൊന്നുമല്ല, സിലബസ് നമ്മുടെ സിലബസ് തന്നെയാണ്. പക്ഷെ അതിന് ധാരാളം പ്രാക്ടീസും കാര്യങ്ങളും വേണം. കാരണം ഇതൊക്കെ ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള എക്സാംസ് ആണ്. ഒരു ഉദാഹരണത്തിന് 3 മണിക്കൂറാണ് കിട്ടുക. 3 മണിക്കൂറിൽ 90 ക്വസ്റ്റ്യൻസ് ചെയ്യണം. ആ 90 ക്വസ്റ്റ്യനിൽ ഏറ്റവും നന്നായി ചെയ്യുന്ന ആളുകൾക്ക് പെർസെൻറ്റേജ് അല്ല, റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് വെച്ചാൽ ഈ പരീക്ഷ എന്താണെന്ന് തിരിച്ചറിയുകയും ആ പരീക്ഷയ്ക്ക് വേണ്ട രീതിയിലുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയും ചെയ്താൽ എല്ലാവർക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ് എൻട്രൻസ് പരീക്ഷകൾ. ഓൺലി തിങ് അതിനെ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം, മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യണം, പരീക്ഷ എന്താണെന്ന് മനസ്സിലാക്കണം. ബോർഡ് എക്സാമുകളും ഇതുമായിട്ടുള്ള സാമ്യം പറഞ്ഞല്ലോ, സിലബസ് സെയിം ആണ്, പക്ഷെ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. എക്സാം പാറ്റേൺ വ്യത്യാസങ്ങളുണ്ട്, അതിലുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വ്യത്യാസമുണ്ട്. ഇനി നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാം. ബോർഡ് എക്സാമിലൊക്കെ നല്ലൊരു മാർക്ക് എന്ന് നമ്മൾ പറയുന്നത് 85%, 90% ഒക്കെയാണ്. എന്നാൽ ഈ എൻട്രൻസ് പരീക്ഷയിൽ ഈ JEE പോലുള്ള പരീക്ഷയിലൊക്കെ 40%, 50% ഒക്കെ കിട്ടിയാൽ അത് നല്ലൊരു സ്കോറാണ്. അത് വെച്ച് നല്ലൊരു അഡ്മിഷൻ ജനറൽ കാറ്റഗറിയിൽ തന്നെ നേടാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, +1 +2 സ്കൂളിലെ NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ഒരു പരീക്ഷയിൽ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ 40%, 50% നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഈ ജനറേഷനിലുള്ള കുട്ടികളുടെ പലരുടെ ഒരു പ്രശ്നം സമയം എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ്. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, എത്ര മണിക്കൂർ പഠിക്കണം, ഡെയിലി എത്ര മണിക്കൂർ പഠിച്ചാലാണ് എനിക്ക് എൻട്രൻസ് കിട്ടുക. ഇതിൽ മനസ്സിലാക്കേണ്ട വസ്തു എന്ന് വെച്ചാൽ പരമാവധി സമയം പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. കാരണം പറഞ്ഞല്ലോ, വളരെ കോമ്പറ്റീഷനുള്ള ഒരു പരീക്ഷയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് 130 കോടി ജനങ്ങൾക്ക് വേണ്ടി വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ ആ സീറ്റുകളിലേക്ക് ഒരുപാട് കോമ്പറ്റീഷൻ, 10 ലക്ഷം 12 ലക്ഷം ആളുകളാണ് പല എൻട്രൻസ് പരീക്ഷകൾക്കും അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ ധാരാളമുണ്ട്.
അപ്പോൾ നമ്മളുടെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്ക് പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ പ്രയോറിറ്റീസ് മാറിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, വാട്സാപ്പ്, അങ്ങനത്തെ കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ ഇൻ്റർനെറ്റും അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ വളരെ പ്രോഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ ആണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോണോ സ്മാർട്ട് ഫോണോ അങ്ങനത്തെ ഇൻ്റർനെറ്റോ ഒന്നും റെഡിലി അവൈലബിൾ ആയിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഒരുപാട് റിസോഴ്സുകൾ അവൈലബിൾ ആണ്, ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്, ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ്, പഠിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ മനസ്സിലാക്കണം, ടൈം മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ യു ഷുഡ് നോ ഹൗ ടു പ്രയോറിറ്റൈസ് യുവർ തിങ്സ്. അപ്പോൾ നമുക്കത് നമ്മളുടെ ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മുടെ നാളെ ഒരു മാത്സ് പരീക്ഷയുണ്ട്, അല്ലെങ്കിൽ നാളെ ഒരു ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ട്, വേറെ നമുക്ക് എന്തുണ്ട്, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, അങ്ങനത്തെ വേറെ കാര്യങ്ങളുണ്ട്, TV കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യണം, നമുക്ക് യു ഷുഡ് നോ ഹൗ ടു പ്രയോറിറ്റൈസ്. നാളേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അക്കാഡമിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ പ്രോഡക്റ്റീവ് അല്ലാത്ത കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാതിരിക്കുക. പ്രോഡക്റ്റീവ് അല്ലാത്ത കാര്യങ്ങൾ, ഉദാഹരണത്തിന് +1 +2 പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം TV കാണലോ ഒന്നും തൽക്കാലം മാറ്റി വയ്ക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, പലർക്കും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതും തൽക്കാലം ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഉദാഹരണത്തിന് വായിക്കുക നല്ലൊരു കാര്യമാണ്, അല്ലെങ്കിൽ കളിക്കുക. ഇതിനൊക്കെ കുറച്ച് സമയം മാത്രം ചിലവഴിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം പഠിച്ചു കഴിഞ്ഞ് നമ്മളൊരു കോളേജിലെത്തി, നല്ലൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയാൽ അവിടെ എല്ലാത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IIT മദ്രാസിൽ അതൊരു 650 ഏക്കർ ക്യാമ്പസാണ്. നമ്മൾ അക്കാഡമിക്സിന് പുറമെ എന്തൊക്കെയാണോ നമ്മുടെ ആഗ്രഹങ്ങൾ, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ അവിടെയുണ്ട്. ഉദാഹരണത്തിന് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്, സ്റ്റേഡിയം ഉണ്ട്, ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഈവൻ മൂവി കാണുന്നവർക്കുള്ളവർക്ക് ഒരു അബൌട്ട് 5000 ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അക്കാഡമിക്സ് ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷം 150 വർക്കിംഗ് ഡേയ്സ് മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ അക്കാഡമിക്സിന് പുറമെ എന്തൊക്കെ നമുക്ക് പെർസ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ പെർസ്യൂ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിപ്പെടുകയാണെങ്കിൽ ഉണ്ട്. സോ നമ്മളുടെ ഇപ്പോഴത്തെ കുറച്ച് ആഗ്രഹങ്ങളുണ്ടല്ലോ, കുറച്ച് എന്താ പറയുക, കളികളോ അല്ലെങ്കിൽ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇറ്റ് ക്യാൻ വെയിറ്റ് ഫോർ സം ടൈം. കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ഷുഡ് നോ ഹൗ ടു പ്രയോറിറ്റൈസ്. ബുദ്ധി ഉള്ള ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മൾക്കറിയാം ഇത് വിചാരിച്ചാൽ നേടിയെടുക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനൊന്ന് മെനക്കെടണം, ഒന്ന് പ്ലാൻ ചെയ്യണം. അതാണ് അതിൽ കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ പലരും ടൈം മാനേജ് ചെയ്യാൻ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യും. പലപ്പോഴും ടൈം ടേബിളുകളൊന്നും വർക്ക് ആവുന്നുണ്ടാവില്ല. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പലരും വിചാരിക്കുന്നത് ഈ സമയം മുഴുവൻ എങ്ങനെ പോയി. അപ്പോൾ ടൈം ടേബിൾ മുഴുവൻ ഉണ്ടാക്കിയാൽ അതുപോലെ ചിലപ്പോൾ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം ടേബിളിന് പകരം ഒരു ജേർണൽ പ്രിപ്പയർ ചെയ്യാം. ഒരു ദിവസം എങ്ങനെയാണ് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തത്, എത്ര മണിക്കൂർ ഞാൻ ഇത് പഠിച്ചു, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഞാൻ ഇന്ന ആക്ടിവിറ്റിക്ക് ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ജേർണൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്തിട്ട് ആ അനാലിസിസിനെ ബേസ് ചെയ്ത് നമുക്ക് നമ്മളുടെ എന്താ പറയുക പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് അത് പ്രകാരം നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അതിനേക്കാൾ ചിലപ്പോൾ വർക്കൗട്ട് ആവുന്ന ഒരു സൊല്യൂഷൻ ചിലപ്പോൾ ഒരു ടൈം ജേർണൽ പ്രിപ്പയർ ചെയ്തിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ ടൈം, ഹൗ വാസ് ഇറ്റ് സ്പെൻഡ്. ഇനി എൻട്രൻസ് പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ ധാരാളം മോക്ക് എക്സാമുകൾ എഴുതണം. അപ്പം മോക്ക് എക്സാമുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം. മോക്ക് എക്സാം ധാരാളം ആളുകൾ എഴുതുന്നുണ്ടെങ്കിലും ആ മോക്ക് എക്സാം എഴുതുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് ടൈം വേസ്റ്റ് ആണ്. പലരും എന്താ വെച്ചാൽ ഒരു കുറേ മോക്ക് എക്സാമുകൾ അങ്ങനെ എഴുതും, പക്ഷേ ആ മോക്ക് എക്സാം കൊണ്ടുള്ള ശരിക്കുള്ള ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. അതിലെന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്കത് അത് കൃത്യമായിട്ടൊരു പോസ്റ്റ്മോർട്ടം, അത് എന്താ പറയുക, കൃത്യമായിട്ട് പരിശോധിക്കണം. നമ്മളൊരു അനാലിസിസ് നടത്തണം. എന്തുകൊണ്ടാണ് എനിക്കൊരു ക്വസ്റ്റ്യൻ തെറ്റിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കൊരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയത്, എന്തുകൊണ്ടാണ് എനിക്കൊരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അനലൈസ് ചെയ്യണം. പലരും എന്താ ചെയ്യുക, മിസ്റ്റേക്കുകളൊക്കെ സില്ലി മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാണ് ചെയ്യുക.
സില്ലി മിസ്റ്റേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. എല്ലാം നല്ല അടിപൊളി മിസ്റ്റേക്കുകളായിരിക്കും. ഒന്നുകിൽ ചിലപ്പോൾ എന്താവും, ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഓപ്ഷനുകൾ നമുക്ക് കിട്ടിയ ഓപ്ഷന് പോലുള്ള സിമിലർ ഓപ്ഷൻസ് ഉണ്ടാവാം, അത് തെറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവാം. അപ്പോൾ എല്ലാത്തിനെയും വെറുതെ സില്ലി മിസ്റ്റേക്ക് എന്ന് തള്ളിക്കളയാതെ എന്ത് മിസ്റ്റേക്കാണ് നമ്മൾ ആക്ച്വൽ വരുത്തിയത് എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ അനാലിസിസ് നമ്മളത് കണ്ടുപിടിച്ച് നമ്മൾ ബെറ്ററാക്കി ആക്ച്വൽ എക്സാമിന് മുമ്പ് കൊണ്ടുവരേണ്ടതാണ്. പിന്നെ മോക്ക് എക്സാം കൊണ്ട് വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു എക്സാം സ്ട്രാറ്റജി. ഈ എൻട്രൻസ് എക്സാമുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയമുള്ളൂ. ഈ സമയത്തിനുള്ളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ തെറ്റിക്കുകയാണെങ്കിൽ അതിന് പെനാൽറ്റി ഉണ്ട്. അപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് ടൈം കൺസ്ട്രെയിൻറ്റും ഉണ്ട്, മറ്റേന്താണ് പെനാൽറ്റിയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മളുടെ എക്സാം പെർഫോമൻസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മോക്ക് എക്സാമുകൾ വഴി നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട. അപ്പോൾ ഈ സ്ട്രാറ്റജിയിൽ എന്തൊക്കെ ഉൾപ്പെടാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാം എഴുതുമ്പോൾ ചില ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ പാടുള്ളതായിരിക്കും, ചെയ്യാൻ പാടില്ലാത്ത ക്വസ്റ്റ്യനുകളും അതിലുണ്ടാവാം. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനൊക്കെ വെറുതെ സമയം കളഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും ഇത്തിരിച്ച് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒന്നും ഫുള്ളാക്കിയിട്ടുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എൻട്രൻസ് എക്സാമുകളിൽ ഫൈനൽ ആൻസർ മാത്രം മാറ്റർ ചെയ്യുള്ളൂ, ഇറസ്പെക്റ്റീവ് ഓഫ് ഹൗ മച്ച് വർക്ക് യു ഹവ് ഡൺ. അതിൽ പാർഷ്യൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. പലപ്പോഴും സംഭവിക്കുക എന്താ വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ അതിന് കുറേ നേരം ഇരുന്നു, അവസാനം എന്തായി ചെയ്തിട്ട് ആൻസർക്ക് എത്തുന്നില്ലെങ്കിൽ അത് ഫ്രസ്ട്രേഷനായി ഏതെങ്കിലുമൊക്കെ ആൻസർ മാർക്ക് ചെയ്യും, അത് മിക്കവാറും നെഗറ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ എക്സാം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 90 ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാം പേപ്പർ എടുക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 45 എണ്ണം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ 40 എണ്ണം കറക്റ്റായി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. അപ്പോൾ ഒരു 60-70 ക്വസ്റ്റ്യനുമിൽ കളിക്കാതെ ഒരു 40-50 ക്വസ്റ്റ്യൻ എടുത്ത് അത് കറക്റ്റായിട്ട് സോൾവ് ചെയ്യുന്നതിലാണ് കാര്യം. അപ്പോൾ എങ്ങനെയൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് സ്പോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ഓർഡറിലാണ് ചെയ്യേണ്ടത്, ഏത് സബ്ജക്റ്റാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ സ്ട്രോങ് ആണെന്ന് വിചാരിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കില്ല പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് വരുന്നുണ്ടാവാം. അപ്പോൾ ഏത് സബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ടൈം അല്ലെങ്കിൽ അത്യാവശ്യം സമയം അലോക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ ക്വസ്റ്റ്യനുകൾ കണ്ടില്ല എന്ന് വരും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും കണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തണം. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ, ഒരു എക്സാം പേപ്പർ, ഏതൊരു എക്സാം പേപ്പർ, ലോകത്തുള്ള ഏതൊരു എക്സാം പേപ്പർ സെറ്റ് ചെയ്താലും അതിലെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഈസി ക്വസ്റ്റ്യനുകളും ഉണ്ടാവും, മീഡിയം ക്വസ്റ്റ്യനും ഉണ്ടാവും, ടഫ് ക്വസ്റ്റ്യനും ഉണ്ടാവും. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ഒളിച്ചിരിക്കുന്ന ഈസി ക്വസ്റ്റ്യനുകൾ ആദ്യം കണ്ടുപിടിച്ച് ചെയ്യലാണ്. അപ്പോൾ ഈ ഈസി ക്വസ്റ്റ്യനുകൾ പല സ്ഥലത്തായിട്ട് ഉണ്ടാവും. ഒന്ന്, ഈ കാര്യങ്ങളെല്ലാം ശരിക്കുള്ള എക്സാമിന് മനസ്സിലാവണമെങ്കിൽ ധാരാളം പ്രാക്ടീസ് എക്സാമുകൾ എഴുതുകയും അതിൽ നിന്ന് ഒരു എക്സാം സ്ട്രാറ്റജി, അതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ എക്സാം സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും വേണം.